ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വന്ന ഏറ്റവും വലിയൊരു വാർത്ത നമ്മൾ തന്നെയാണ് ബ്രേക്ക് ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന് 3ാം ഊഴം ലഭിക്കും. മാത്രമല്ല അടുത്ത നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും LDFനെ നയിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് പ്രായത്തിൻ്റെ ഇളവ് തുടരും എന്ന് തന്നെയാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങളുടെ പ്രതിനിധി R ശ്രീജിത്തിനോട് പറഞ്ഞത്. അപ്പോൾ പോരാട്ടം പിണറായി വിജയനുമായിട്ട് തന്നെയായിരിക്കും UDF നടത്താൻ പോകുന്നത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അപകടത്തിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറം പുത്തനത്താണിയിൽ ബസ് മറിഞ്ഞ് അപകടമുണ്ടായി. കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 117 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. സമീർ ബിൻ കരീം പുത്തനത്താണിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, ഈ അപകടത്തിൻ്റെ ഇപ്പോൾ ഒരു തിരുത്തുണ്ട്. 17 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. സമീർ ബിൻ കരീം പുത്തനത്താണിയിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ സമീർ. രവിത, ഈ വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന ഈ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃശ്ശൂർ ഭാഗത്ത് നിന്നും കോഴിക്കോട് നിയന്ത്രണം വിട്ട് മറിഞ്ഞിരിക്കുന്നത്. 17ഓളം പേർക്കാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. ഏതായാലും ഇവരുടെ പരിക്കൊന്നും ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അവസൂചിതമായ നാട്ടുകാരുടെ ഇടപെടൽ രക്ഷാപ്രവർത്തനമാണ് ഗുണം ചെയ്തത്. ഇപ്പോൾ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ബസ് നല്ല സ്പീഡിലാണ് വരുന്നത്. ഒരു വീല് ചെരിഞ്ഞ് നേരെ സ്ലോപ്പായിട്ട് വണ്ടി ചെരിഞ്ഞു. കുറെ അത്യാവശ്യം ലോകം ഇറങ്ങി വന്നു. ഡിവൈഡർ ലോക്കായി. അതിൻ്റെ ഉള്ളിൽ കുറെ പേരുണ്ടായിരുന്നു. ഒരു 10-40 ഏകദേശം കണക്കൂട്ടാ. കുറെ പേര് നിൽക്കുന്നവരുണ്ട്. അത്യാവശ്യം പേർക്ക് പരിക്ക് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് പരിക്കുണ്ട്, കുറെ പേര് സേഫാണ്. അത് അപ്പൊ തന്നെ എല്ലാവരും വളരെ പെട്ടെന്ന് രക്ഷപ്പെടുത്തിയല്ലേ? ആ സമയത്ത് തന്നെ ഇവിടുന്ന് ഈ സൈഡത്ത് കുറെ ഏട്ടന്മാര് വന്ന് രക്ഷാപ്രവർത്തനം കളിക്കണ ഇവിടുത്തെ ആൾക്കാര്. ബാക്ക് കുറെ പേര് രക്ഷപ്പെടുത്തി. അതായത് സീരിയസ് ആയിട്ട് നല്ല പരിക്ക് ആർക്കില്ല എന്നാണ് എന്റെ അറിവില്. ഭയങ്കര അമിത വേഗതയായിരുന്നു ബസ്. പൊട്ടിണ്ട്. മറ്റൊരു യാത്രക്കാരൻ കൂടി നമ്മുടെ ശരിക്കാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്? സ്പീഡ് കുറച്ചുണ്ടായിരുന്നു വണ്ടിക്ക്. ഞാൻ സ്ഥിരം യാത്രക്കാരാണ് ഈ വണ്ടിയിലത്തെ. ഗുരുവായൂർ വണ്ടി യാത്രക്കാരായിരുന്നു. ഈ 3ാമത്തെ ട്രാക്കിൽ മൺതിട്ട വണ്ടി ഇടിക്കുകയാണ് ചെയ്തത്. അവിടെ ഡ്രൈവറുടെ കൺട്രോൾ പോയി. ഡ്രൈവർ അവിടെ നിന്ന് സീറ്റ് കോർന്ന് മാറി. പിന്നെ വണ്ടി ശരി ചെയ്തത്. വണ്ടി ആദ്യം ഒന്ന് ജസ്റ്റ് പൊന്തി വീണ്ടും വീണു. പിന്നെ വണ്ടി പൾട്ടി. ഏതോ ഡിവൈഡറിന് മുകളിൽ അടിച്ചിട്ടുണ്ട്. പിന്നെയും പൾട്ടിയായിട്ട് വണ്ടി പറയുകയും ചെയ്തു. ശരിക്കും പെട്ടെന്ന് തന്നെ ആളുകളെ പുറത്തെടുക്കാൻ പറ്റിയല്ലേ? പുറത്തിറക്കി പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലൊരു ഫാമിലി ആയിരുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി, അതിൻ്റെ ഉമ്മ ആയിരുന്നു. അവർ ആൺകുട്ടീനെ മേലെ നിന്ന് ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടെ ഞാൻ മേലെ പൊതിച്ചിട്ടു. പെൺകുട്ടീനെ എടുക്കാൻ പറ്റിയില്ല, കാരണം വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെറുത് തട്ടിണ്ടായിരുന്നു വണ്ടി. പിന്നെ ആ ഒരു ഷോക്കിലായിരുന്നു നമ്മൾ നിൽക്കിയിരുന്നത്. ഓൾറെഡി ബസ് നല്ല വേഗതയിലായിരുന്നു. അത്യാവശ്യം സ്പീഡുണ്ട്. വേഗത എത്രയെന്ന് പറയാൻ പറ്റില്ല, സ്പീഡ് ഉണ്ടായിരുന്നു. അത് ആ മൺതിട്ട കാണാത്ത കാരണം തന്നെയാണ് വണ്ടി വന്നമ്മ കയറിയത്. ഫ്രണ്ട് വീല് കയറിയിട്ടാണ് പോയിരിക്കുന്നത് വണ്ടി. SKN ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ടോ? അതിന്റെ ഭാഗമായി റോഡിന്റെ ഒരു ഭാഗത്ത് ഈ മൺതിട്ട ഉണ്ടായിരുന്നു. ഈ മൺതിട്ടയിൽ തട്ടിയ ബസ് നിയന്ത്രണം വിട്ടുകൊണ്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ് ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ബസ്സിൽ 40-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ 17 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ നിർമ്മാണ കമ്പനിയുടെ തന്നെ ഈ ക്രെയിൻ എത്തിച്ചുകൊണ്ട് ബസ് ഒരു ഭാഗത്തേക്ക് നീക്കിയിരിക്കുകയാണ്. ഏതായാലും വലിയ പരിക്കേൽക്കാവുന്ന അപകടം ഇത്തരം ഒരു നിസ്സാര പരിക്കിൽ ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. നാട്ടുകാർ പറയുന്നത് ഈ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പല ഘട്ടങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ മൺതിട്ടയും ഒപ്പം തന്നെ വലിയ സിഗ്നലും ഇല്ലാത്ത രീതിയിൽ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാവുന്ന തരത്തിലുള്ള എല്ലാം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരെയും തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി വലിയ പ്രശ്നങ്ങൾ നിലവിലില്ല. SKN. ഓക്കെ, താങ്ക് യു. പരിക്കേറ്റ ആളുകളെ കോട്ടക്കലിലെയും വളാഞ്ചേരിയിലെയും ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപകടത്തിൽപ്പെട്ട ബസ് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റാൻ ശ്രമം നടക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പരിക്കുകൾ ആൾക്കാർക്ക് ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്.
പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ വാർത്താ സംഘം പ്രയാഗ്രാജിലുണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള ഇന്ന് സമാപിക്കുകയാണ്. ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി സ്നാനത്തോടെയാണ് സമാപനം ഉണ്ടാകുക. 64 കോടിയോളം ആളുകളാണ് ഇത്തവണ കുംഭമേളയ്ക്ക് എത്തിയതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രയാഗ്രാജിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, കുംഭമേളയ്ക്ക് സമാപന ദിവസമാണല്ലോ, ഇന്ന് കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ഇത്രയും വലിയൊരു ഉത്സവം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കുന്നില്ലല്ലോ. എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രത്തോളം വലിയ ആളുകളുടെ ഒരു സംഗമം അല്ലെങ്കിൽ തീർത്ഥാടകരുടെ ഒരു സംഗമം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കണക്കുകൾ തന്നെ അത് വ്യക്തമാക്കുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് ത്രിവേണി സംഗമത്തിലാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ ഒരു അവസരത്തിൽ ഇനി മഹാകുംഭമേള പൂർത്തിയാകാൻ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു ഘട്ടത്തിലും 10,000 മേളയിലെ സ്നാനത്തിനായി ത്രിവേണി സംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ഒരു കടവിൽ നിന്നുള്ള ദൃശ്യം മാത്രമാണ്. ഈ നദികളുടെ ഇരു കരകളിലും ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടം ഇപ്പോഴുമുണ്ട്. വൈകിട്ട് 6 മണിവരെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷം അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും സ്നാനത്തിനായി തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ഈ 45 ദിവസത്തിനിടെ വരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എത്താൻ കഴിഞ്ഞില്ല. അത്തരത്തിലുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ ഇന്ന് മഹാശിവരാത്രിയാണ്. ഈ മഹാകുംഭമേളയിലെ 6 അമൃത സ്നാനങ്ങളിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്നാനമാണ് ഇന്നത്തെ ശിവരാത്രി സ്നാനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലായും ഉത്തർപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടകർ തന്നെയാണ് ഇന്നും എത്തിച്ചേർന്നിരിക്കുന്നവരിൽ ബഹുഭൂരിഭാഗവും. എങ്കിൽ പോലും മലയാളികൾ ഉൾപ്പെടെ നമ്മൾ ഇവിടെ കണ്ടിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ളവർ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇവിടെ ഇന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത്രത്തോളം വലിയ ഒരു ജനപങ്കാളിത്തം ഇത്തവണത്തെ മഹാകുംഭമേളയ്ക്ക് ഉണ്ടായിരിക്കുന്നു. 64 കോടി തീർത്ഥാടകർ എത്തി എന്നാണ് സർക്കാർ ലഭ്യമാക്കിയിരിക്കുന്ന കണക്ക്. അത് ഇന്നലെ വരെയാണ് കണക്ക്. ഇന്ന് ഈ മഹാശിവരാത്രി ദിവസമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. അതിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. 2 കോടിയിൽ പരം ആളുകൾ ഇന്ന് മാത്രം ഈ കുംഭമേളയിൽ ത്രിവേണി സ്നാനത്തിനായി എത്തിച്ചേർന്നു എന്നാണ് നിലവിൽ ഉള്ള കണക്കുകൾ, അല്ലെങ്കിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ ഉള്ളത്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നാളെ മാത്രമായിരിക്കും ലഭ്യമാവുക. ഇതോടെ ഇത്തവണത്തെ യോടെ സമാപനമാവുകയാണ്. അടുത്ത കുംഭമേള എന്നുള്ളത് നാസിക്കിലാണ്. അതിനുശേഷം പ്രയാഗ്രാജിൽ ഇനി കുംഭമേളയുണ്ടാവുക 2031 ഈ മഹാകുംഭമേള ഈ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തവണത്തേത് സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഇത്തവണത്തെ കുംഭമേള എന്നുള്ളതാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് ഉൾപ്പെടെ AI ക്യാമറകളടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുമെന്ന് കണക്കാക്കിയ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിൽ നിന്നും കൂടുതൽ പോലീസുകാരെയും പ്രയാഗ്രാജിലേക്ക് വിന്യസിച്ചിരുന്നു. കൂടാതെ റോഡ് ക്രമീകരണങ്ങൾ, ഗതാഗത ക്രമീകരണങ്ങൾ ഉൾപ്പെടെ വലിയ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. ഏതാണ്ട് 15 കിലോമീറ്ററിലേറെ നടന്നു മാത്രം ആളുകൾക്ക് ഈ ത്രിവേണി സംഗമത്തിലേക്ക് എത്താനും ആ ഒരു സമയമാകുമ്പോഴേക്കും നിലവിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ മടങ്ങിപ്പോകാനുമുള്ള തരത്തിലാണ് ഇവിടെയുള്ള ഈ ആൾക്കൂട്ടങ്ങൾ ക്രമീകരണം ഇത്തവണ നടപ്പാക്കിയത്. എന്തായാലും മഹാകുംഭമേളയ്ക്ക് സമാപനമാവുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് മഹാകുംഭമേള സമാപിക്കാൻ ബാക്കിയുള്ളത്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നാണ് നമുക്കൊപ്പം ബൽറാം നെടുങ്ങാടി ചേർന്നത്. ഇന്ന് മഹാശിവരാത്രി, അതിൻ്റെ ആഘോഷ നിറവിലാണ് നാട് മുഴുവൻ. വൃതാനുഷ്ഠാനങ്ങളോടെ പിതൃതർപ്പണത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ആലുവ മണപ്പുറം. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത്തവണയും ശിവരാത്രി ആഘോഷങ്ങൾ ആലുവയിൽ നടക്കുന്നത്. ആലുവ മണപ്പുറത്ത് നിന്ന് ശ്യാം കുമാർ തത്സമയം ചേരുന്നു. ശ്യാം, ആലുവയിലേക്ക് ആളുകളുടെ ഒഴുക്കുണ്ടോ? എങ്ങനെയാണ് അവസ്ഥ അവിടെ മണപ്പുറത്ത്? അവിടെ നിൽക്കുമ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത്? ജനത്തിരക്ക് എങ്ങനെ? SKN, വലിയ ജനത്തിരക്കിന് നടുവിലാണ് നമ്മളിപ്പോൾ ആലുവ മണപ്പുറത്തുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരു വൈകുന്നേരത്തോട് മണപ്പുറത്തേക്ക്
പ്രമാണിച്ച് ആലുവ മണപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വലിയ ജനത്തിരക്കാണ് ഇപ്പോൾ ആലുവ മണപ്പുറത്ത് അനുഭവപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഇന്ന് കൊച്ചി മെട്രോ പ്രത്യേക ട്രെയിൻ ഓടിക്കുന്നുണ്ട്. ഇന്നു മുതൽ നാളെ രാവിലെ വരെ പ്രത്യേക സർവീസ് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആലുവയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ശിവരാത്രി ആഘോഷങ്ങൾ തന്നെയായിരിക്കും ആലുവയിൽ നടക്കുക. ശ്യാംകുമാർ വീണ്ടും ചേരുന്നു. പറയൂ ശ്യാംകുമാർ. SKN വലിയ ഭക്തജന തിരക്കാണ് ആലുവ ശിവക്ഷേത്രത്തിലേക്ക് ആലുവ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്തുകൂടി ആളുകൾ ഇങ്ങനെ മണപ്പുറത്തേക്ക് എത്തുമ്പോൾ മറുവശത്ത് ആലുവയിൽ നേരത്തെ എത്തിയ ആളുകളൊക്കെ ക്ഷേത്ര മണപ്പുറത്ത് ബലിതർപ്പണത്തിന് മുന്നോടിയായി അവരുടെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ നേരത്തെ പിടിച്ച് ഇരിക്കുന്നതിന് വേണ്ടിയൊക്കെ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതടവില്ലാതെ ആളുകൾ എത്തുന്നു. വലിയ ക്രമീകരണങ്ങൾ നേരത്തെ SKN പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ശിവരാത്രി കൂടിയാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ക്രമീകരണങ്ങൾ KSRTCയുടെ ഭാഗത്തുനിന്നും റെയിൽവേയുടെയും മെട്രോയുടെയും ഒക്കെ ഭാഗത്തുനിന്നും ഒരുക്കിയിരിക്കുന്നു. 1500-ലധികം പോലീസുകാരാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ന് ജോലി ചെയ്യുന്നത്. ഏതായാലും ആളുകളൊക്കെ എത്തിയിരിക്കുന്ന ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ആരംഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്കാണ്. അത് നാളെ പുലർച്ചെ വരെ തുടരും. ഇന്ന് രാത്രി 12 മണിക്ക് ക്ഷേത്രത്തിലുള്ള വിളക്ക് തെളിയിക്കുന്നതോട് കൂടിയിട്ട് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുവേണ്ടി പ്രത്യേകം കൗണ്ടറുകൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പെരിയാറിന്റെ തീരത്ത് എല്ലാ വർഷവും നടക്കുന്ന ആളുകൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിൽ നിന്ന ആളുകൾ ബലിതർപ്പണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏതായാലും വലിയ തിരക്ക് ആലുവ മണപ്പുറത്തേക്ക് ആളുകൾ എത്തുന്നു. മഹാശിവരാത്രി ദിവസം ക്ഷേത്ര ദർശനത്തിനും ബലിതർപ്പണ ചടങ്ങിനും പിതൃക്കൾക്കുള്ള ബലിയർപ്പണ ചടങ്ങിനും ഒക്കെ ആയിട്ട് എത്തുകയാണ്. ഏതായാലും കുംഭമാസത്തിലെ ആ ശിവരാത്രി നാളിലേക്ക് ആലുവ മണപ്പുറത്ത് എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ വലിയ ജനത്തിരക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. വിദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ ആലുവയുടെ ചരിത്രപ്രസിദ്ധമായ ശിവരാത്രി ആഘോഷങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തീർത്ഥാടകർ ആലുവയിൽ എത്തുന്നു. SKN ഇന്ന് രാത്രി മുതൽ പിതൃതർപ്പണത്തിനുള്ള അവസരങ്ങളും ഇവിടെ ഉണ്ടാകും. അതിനുള്ള നടപടികളും ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയാക്കി ആലുവയും പെരിയാറും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ടിയിട്ടുള്ള തീർത്ഥാടകരാണ് ഇങ്ങനെ ഈ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന SKN. ആലുവ മണപ്പുറത്ത് നിന്നും ശ്യാംകുമാർ സംസാരിക്കുകയായിരുന്നു. അവിടെ ശിവരാത്രി ആഘോഷത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. CPIഎമ്മിന്റെ നേതൃസമിതികളിൽ അംഗമായിരിക്കുന്നതിനുള്ള പ്രായപരിധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് തുടരും എന്ന് CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നൽകിയ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. അത് തുടരുമെന്ന സംസ്ഥാന സെക്രട്ടറി 24 അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. R ശ്രീജിത്തുമായി സംസാരിക്കുന്നു അദ്ദേഹം. പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാകുന്ന നേതാക്കളെ തുടർന്നും പാർട്ടിയുമായി സഹകരിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. 24 വീക്ക് എക്സ്ക്ലൂസീവുമായി R ശ്രീജിത്ത് ചേരുന്നു. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി 24 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. 75 വയസ്സ് പിന്നിട്ട പിണറായി വിജയന് പ്രായപരിധി മാനദണ്ഡത്തിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയതാണ്. ഇത്തവണ ഇളവ് നൽകുന്നത് സംസ്ഥാന സമ്മേളനം പരിഗണിക്കുമെന്ന ചോദ്യത്തിലാണ് MV ഗോവിന്ദന്റെ സ്ഥിരീകരണം. കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഇളവ് നൽകുമോ? അല്ല, ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്, നിലവിലുണ്ട്. അതുകൊണ്ട് അത് മാറ്റേണ്ട സാഹചര്യമില്ല. ഇല്ല. അല്ല, ഈ അദ്ദേഹത്തിന് അപ്പോൾ കുറച്ചാൾക്ക് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കുറച്ചാൾക്കൊന്നുമില്ല. കേരളത്തിലാകെ ഇന്ത്യയിലാകെ ഒരാളുള്ളൂ പിണറായി വിജയൻ. കേരളത്തിലെ പാർട്ടി ഇന്ത്യയിലാകെ ഈ ഇളവ് ഇപ്പോൾ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അത് സഹ പിണറായിയാണ്. അതെന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി സഹ പിണറായിയാണ്. അപ്പോൾ പിണറായിയുടെ കൂടി ഭാഗമായിട്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടിയെ ചേർത്തുകൊണ്ടാണ് പാർട്ടിയും പിണറായി എല്ലാം ചേർന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടി സംഘടന. പ്രായപരിധി മാനദണ്ഡത്തിൽ നേതൃസമിതികളിൽ നിന്ന് പുറത്തു പോകുന്നവർ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും. ഞങ്ങളത് ഗൗരവപൂർവ്വമാണ് കാണുന്നത്. പാർട്ടിയുടെ സജീവമായ പ്രവർത്തനത്തിൽ നിന്ന് പ്രായപരിധിയുടെ ഭാഗമായിട്ട് ഒഴിവാക്കപ്പെടുന്നവരിൽ ചെറിയ നന്നായിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ ശേഷിയുള്ളവരായിട്ടുണ്ട്. അവരെ പാർട്ടിയുടെ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് നിർത്തി അവരുടെ സേവനം എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനിക്കണം എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വയസ്സായി പ്രായമായി 75 എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ള നിലപാടല്ല പാർട്ടി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജി സുധാകരനോട് എന്തുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിക്കാനെന്ന ചോദ്യത്തിന് ഇതായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. ജി സുധാകരനോടും ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഇത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ചില പരിഭവങ്ങളും പരിഭവമൊക്കെ ഉണ്ടാവും. പരിഭവം പൂർണ്ണമായിട്ടും ഇപ്പോൾ അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ലോ. ഓരോരാളുടെയും പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.
മറ്റൊരു വാർത്തയിലേക്ക് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കും എന്നേതാണ്ട് ഉറപ്പായി. അടൂർ പ്രകാശോ അതല്ലെങ്കിൽ ബെന്നി ബെഹനാനോ KPCC പ്രസിഡന്റാകാനാണ് കൂടുതൽ സാധ്യത. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അത് അംഗീകരിക്കുമെന്ന് കെ സുധാകരൻ ഇന്ന് പ്രതികരിച്ചു. കെ സുധാകരനെ പിന്തുണയുമായി ഡോക്ടർ ശശി തരൂർ MP രംഗത്ത് വന്നു. കെ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് തരൂരിന്റെ അഭിപ്രായം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, റോജി എം ജോൺ എന്നിവരുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിൽ. സംസ്ഥാന നേതൃത്വത്തെ നയിക്കാൻ ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാവ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണെങ്കിൽ അടൂർ പ്രകാശിന് തന്നെയാകും നറുക്കുവീഴുക. DCC അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടാകും. ഏത് തീരുമാനവും അനുസരണയോടെ അംഗീകരിക്കുമെന്ന് കെ സുധാകരൻ. ആയിക്കോട്ടെ, മാറ്റിയാൽ എന്താ കുഴപ്പമോ? മാറ്റിക്കോട്ടെ. AICCക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കൊരു പരാതിയുമില്ല, തൃപ്തനാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരട്ടെ എന്നാണ് തന്റെ അഭിപ്രായമെന്ന് ഡോക്ടർ ശശി തരൂർ MP. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നു, എനിക്ക് ഇങ്ങനെ ഒരു മാറ്റത്തിൽ ഒരു യോജിപ്പുമില്ല. അദ്ദേഹം മുന്നോട്ട് തന്നെ പോട്ടെ. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന അസമിലും PCC അധ്യക്ഷനെ മാറ്റും. ഗൗരവ് ഗൊഗോയ് PCC അധ്യക്ഷനായേക്കും. വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാകും പ്രധാന ചർച്ചാ വിഷയം. തിരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള സാധ്യതയും തേടും. 24 ഡൽഹി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ വീണ്ടും നടപടിയുമായി പോലീസ്. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർ കൂടി പോലീസ് നോട്ടീസ് അയച്ചു. ആശാ വർക്കേഴ്സിന്റെ സമരം ഏറ്റെടുക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രഖ്യാപനം. സമരക്കാരെ അധിക്ഷേപിച്ച് ഇന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം രംഗത്ത് വന്നു. മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത ജോസഫ് C. മാത്യു, ഡോക്ടർ KG താര, ഡോക്ടർ MB മത്തായി തുടങ്ങിയ 14 പേർക്കാണ് നോട്ടീസ്. 48 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഭയപ്പെടില്ലെന്നായിരുന്നു സമരക്കാരുടെ മറുപടി. ഈ കേസുകളെല്ലാം വ്യാജ കേസുകളാണെന്നറിയാം. കാരണം ഇവിടെ ഒരു തരത്തിലുള്ളൊരു കലാപ പരിശ്രമത്തിനോ ഇതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതിലോ ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ല. വെറുതെ ഒരു കേസെടുത്ത് ഭയപ്പെടുത്തുകയാണ്. ഇത് സമരം ചെയ്യുന്നവരെ ഞങ്ങൾ തുറുങ്കിലടയ്ക്കുമെന്ന് പറയുന്നതിന് സമാനമാണത്. കൂലിയില്ലാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ നിലവിൽ തന്നെ കൂലിയില്ല, പിന്നെ പിരിച്ചുവിടാൻ എന്താ ആശങ്കയാണ്? ആശാ വർക്കർമാരുടെ സമരം ഏറ്റെടുത്ത് വിവിധ സമരപരിപാടികൾക്ക് കോൺഗ്രസ് ഒരുങ്ങുകയാണ്. നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും NHMന്റെ വിവാദ സർക്കുലർ കത്തിക്കും. അടുത്ത മാസം 3-ന് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്താനാണ് തീരുമാനം. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി ഡോക്ടർ ശശി തരൂർ MP സമരവേദിയിലെത്തി. 7000 രൂപ ശമ്പളം തീരെ പോരാ. മൻറേഗയിൽ പോയിട്ട് തൊഴിലില്ലാത്തവർക്ക് ഒരു തൊഴിൽ ഉറപ്പ് കിട്ടിയാൽ കൂടി അതിനും കാട്ടിയാണ് കൊടുക്കുക. അപ്പോൾ ഇത് ശരിയല്ല എന്ന് ഒരു സംശയവുമില്ല. എന്തെങ്കിലും ഉടനെ കൂട്ടിത്തരണം. അത് 3 ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടിയെങ്കിലും കൂട്ടിത്തരട്ടെ എന്നാണ് നമ്മുടെ ആദ്യത്തെ ഒരു അഭ്യർത്ഥന. അതേസമയം ഇന്നും സമരക്കാരെ അധിക്ഷേപിക്കുന്ന പ്രതികരണമായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റേത്. ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. സർക്കാരിന്റെ കയ്യിൽ പണം വെച്ചിട്ട് കൊടുക്കാത്തതല്ലെന്ന് മന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. സമരത്തിൽ ന്യായമായ പരിഹാരം ആവശ്യപ്പെടണമെന്നാണ് നിലപാടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. സമരത്തെ പിന്തുണച്ച CPI നേതാവ് ആനി രാജയും സർക്കാരിനെ വിമർശിച്ച് KK ശിവരാമനും രംഗത്തെത്തി. ആശാ വർക്കേഴ്സിന് സ്ഥിര നിയമനം നൽകുകയാണ് വേണ്ടതെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. പ്രൈം ടൈം തുടരുകയാണ്. ശ്രീരാജ് കാലിക്കട്ട് ശിവരാത്രിയായിട്ട് SKN സ്റ്റുഡിയോയിൽ തന്നെയാണ് ഉറക്കം നീക്കുന്നത്. നമ്മൾ ഉറങ്ങാതിരുന്നാൽ പോരെ, നേരം വിളിപ്പിച്ച പോരെ. അത് സ്റ്റുഡിയോ ആണെങ്കിൽ ഏറ്റവും പറ്റിയതല്ലേ, നമുക്ക് ആൾക്കാരോട് സംസാരിക്കാമല്ലോ. പവിത്രൻ പാതിരപ്പറ്റ SKN താങ്കളുടെ ഉറക്കം 24 തന്നെയാണോ? 24 ഉറങ്ങും, 24 പുറത്തും ഉറങ്ങും. അത് ഞാൻ മാത്രമല്ല, പല ആൾക്കാരും ആവശ്യം വന്നാൽ 24 ഉറങ്ങും. നല്ല രസമല്ലേ ഇവിടെ കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ ഇനി പാലക്കാട്ടേക്ക്. ധോണിയിൽ കാട്ടുതീ. അടുപ്പൂട്ടിമല, നീലിപ്പാറ മേഖലകളാണ് കാട്ടുതീ കണ്ടത്. ഇന്നലെ തുടങ്ങിയ കാട്ടുതീ ഇനിയും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? SKN ഫയർഫോഴ്സിനടക്കം എത്തിപ്പെടാൻ കഴിയാത്തൊരു മേഖലയാണ്. കാര്യമായ രീതിയിലുള്ള തീ ഈ മേഖലയിൽ പിടിക്കുന്നുണ്ട്. ധോണിയുടെ അടുത്ത പ്രദേശമാണ്. നമുക്കിപ്പോൾ ലഭിച്ച ദൃശ്യങ്ങൾ ആ പ്രദേശത്തെ നാട്ടുകാരും ഫയർഫോഴ്സിലെ ചില ആളുകളും ഒക്കെ എടുത്ത് അയച്ച ദൃശ്യങ്ങളാണ്. നമുക്കടക്കം അങ്ങോട്ട് എത്തിപ്പെടാനുള്ള
സാധ്യത വളരെ വിരളമാണ്. എന്തായാലും ഈ മേഖലയിൽ ഇന്നലെ മുതൽ തുടങ്ങിയ കാട്ടുതീയാണ്. അത് ചെറുതായി കത്തും, അതിനുശേഷം അണയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി കാര്യമായ രീതിയിലുള്ള കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജനവാസ മേഖലയല്ല, ഒരു മലയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഫയർഫോഴ്സ് അധികൃതരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യമായ പ്രശ്നങ്ങളില്ല, പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വനപ്രദേശമാണ്, വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയാണ്. ആ പ്രദേശത്ത് വനം വകുപ്പ് അധികൃതർ അവിടേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആരോ തീയിട്ടതാണ് എന്നൊരു സംശയം നിലവിൽ വനം വകുപ്പിനുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത വരുന്നു. മണ്ണാർക്കാട് ഒരു വാഹനാപകടം ഉണ്ടായി, സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഈ അപകടം നടന്നത്. പാലക്കാട് ഭാഗത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിന് പിറകിൽ ഒരു ലോറി ഇടിച്ചാണ് ഒരാൾ മരിച്ചത്. ലോറിയുടെ ചക്രം സ്കൂട്ടർ യാത്രക്കാരൻ്റെ തലയിലൂടെ കയറി ഇറങ്ങി എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. മണ്ണാർക്കാട് തോരാപുരത്തെ ജയരാജനാണ് മരിച്ചത്. 63 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മൃതദേഹം ഇപ്പോൾ മണ്ണാർക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സങ്കടകരമായി പോയി, കാരണം ഈ അപകടത്തിൻ്റെ വാർത്ത ഇങ്ങനെ വരികയാണ് കേട്ടോ. നമ്മൾ കുറച്ചധികം സമയം സ്ക്രീനിൽ നിൽക്കുന്നത് കാരണം ഇങ്ങനെ ഈ അപകടം നമ്മുടെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുക. ഇനി ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. 24 ബിഗ് ബ്രേക്കിംഗ്. CPM-ന്റെ നേതൃസമിതികളിൽ അംഗമായിരിക്കാനുള്ള പ്രായപരിധിയിൽ പിണറായി വിജയന് ഇളവ് തുടരുമെന്ന് MV ഗോവിന്ദൻ. അല്ല, ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലാണ്, നിലവിലുണ്ട്. അതുകൊണ്ട് അത് മാറ്റേണ്ട സാഹചര്യമില്ല. ഇല്ല. അല്ല, ഈ അദ്ദേഹത്തിന് അപ്പോൾ കുറച്ചാൾക്ക് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കുറച്ചാൾക്കൊന്നുമില്ല. കേരളത്തിലാകെ, ഇന്ത്യയിലാകെ ഒരാളേ ഉള്ളൂ. CPM-ൽ ഇളവുള്ള ഏക നേതാവ് പിണറായി വിജയൻ എന്നും CPM സംസ്ഥാന സെക്രട്ടറി 24നോട് പരോക്ഷ വിമർശനവുമായി G സുധാകരൻ. 10 വർഷം കൂടി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയം നടന്നാലും യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മാറി. ഞാനതിനെതിരെ അതിന് പരാതിയൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, യോഗ്യതയാണ് മാനദണ്ഡമെന്ന് ഇപ്പൊ പൂർണ്ണമാഷിനിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തെളിയിക്കുകയാണ്. തനിക്ക് 10 കൊല്ലം കൂടി നേതൃതലത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നുവെന്ന് മുൻ മന്ത്രി കൂടിയായ G സുധാകരൻ 24നോട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാ വർക്കേഴ്സിനെതിരെ വീണ്ടും പോലീസ്. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്ക് കൂടി നോട്ടീസ് അയച്ചു. ജോസഫ് സി മാത്യു, ഡോക്ടർ KG താര എന്നിവർ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. സമരം ചെയ്യുന്നത് ഈർക്കിൽ സംഘടനയെന്ന് പരിഹസിച്ച വീണ്ടും ഇളമരം കരീം. ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. അപ്പോ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു കണ്ടിന്യൂ ചെയ്യുന്നു. LDF-നെ കടന്നാക്രമിക്കാനുള്ള വടിയായി സമരത്തെ മാറ്റുന്നുവെന്ന് ബിനോയ് വിശ്വം. സമരം ഏറ്റെടുക്കുമെന്ന് കോൺഗ്രസ്. ഐക്യദാർഢ്യവുമായി ഡോക്ടർ ശശി തരൂർ ഇന്ന് വൈകുന്നേരം സമരപ്പന്തലിലെത്തി. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു. ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് K സുധാകരൻ. AICCക്ക് ഒളിഞ്ച കോൺഗ്രസ് കമ്മിറ്റിക്ക് എന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു പരാതിയുമില്ല, തൃപ്തനാണ്. ഞാനിപ്പം തന്നെ രാഷ്ട്രീയത്തിൽ തൃപ്തനാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, റോജി M ജോൺ എന്നിവരുടെ പേരുകൾ പരിഗണനയ്ക്ക്. K സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് ഡോക്ടർ തരൂർ. ക്രൗഡ് പുള്ളറായ രാഷ്ട്രീയ നേതാവാണ് തരൂരെന്ന് പ്രശംസിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വെഞ്ഞാറമൂടിലെ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ കടം കാരണം കുടുംബം തകരുമെന്ന അഫാന്റെ ചിന്തയെന്ന സംശയം. പ്രതിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം. ക്രൂര കൊലപാതകങ്ങൾക്കിടെ അഫാൻ ബാറിലെത്തി മദ്യം വാങ്ങിയെന്ന് പോലീസ്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഫർസാന പ്രതിയെ കാണാനെത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ചികിത്സയിൽ കഴിയുന്ന ഷെമിയുടെ ആരോഗ്യനില മെച്ചമെന്ന് ശ്രീഗോകുലം മെഡിക്കൽ കോളേജ്. അഫാന് ചികിത്സ തുടരണമെന്ന മെഡിക്കൽ ബോർഡ്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുന്നതിൽ എതിർ സത്യവാങ്മൂലവുമായി കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതിയിലാണ് കേസ്. ആജീവനാന്ത വിലക്ക് കടുത്ത നടപടിയാണ്. നിയമനിർമ്മാണ സഭകളുടെ പരിധിയിൽ വരുന്ന വിഷയമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത് BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ നൽകിയ ഹർജിയിൽ. സംസ്ഥാനത്തെ വന്യമൃഗ ആക്രമണങ്ങളിൽ രൂക്ഷമായി പ്രതികരിച്ച് ഹൈക്കോടതി. ജനം മരണഭീതിയിലെന്നും ആശ്വാസവാക്കോ ധനസഹായമോ പരിഹാരമല്ലെന്നും വിമർശനം.
കടുത്ത നടപടികളെടുക്കാൻ തടസ്സമാകുന്നത് കേന്ദ്ര വന നിയമമെന്ന് ജോസ് കെ മാണി ഇന്ന് 24-നോട് പറഞ്ഞു. ഈ വന്യമൃഗം പുറത്തേക്കോ വന്യമൃഗത്തിനെ അകത്ത് കയറി ആര് അറ്റാക്ക് ചെയ്താലും അവരെ പിടിച്ച് ജയിലിൽ അടച്ചോട്ടെ. പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ സംരക്ഷണം കൊടുക്കുന്നത് ജനത്തിനാണ്. അതിലാണ് ഒരു ഭേദഗതി വേണ്ടത്. ആദിവാസികളെയും മലയോര കർഷകരെയും കുടിയൊഴിപ്പിക്കാനുള്ള ഗൂഢശ്രമമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് അംബ്ലാനി. ചലച്ചിത്ര നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും തമ്മിലുള്ള തർക്കം ഫിലിം ചേംബർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കി. ജി സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു. എമ്പുരാൻ സിനിമയുടെ ബജറ്റിനെ കുറിച്ചുള്ള പരാമർശം പിൻവലിക്കുന്നതായി ജി സുരേഷ് കുമാർ. തർക്കം തീർന്നെങ്കിലും സിനിമാ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഫിലിം ചേംബർ. മഹാശിവരാത്രിക്കായി ഒരുക്കങ്ങൾ തുടങ്ങി. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് വൻ തിരക്ക്. ചടങ്ങ് നാളെ ഉച്ചവരെ നീണ്ടുപോകും. മഹാകുംഭമേളയുടെ സമാപന ദിനത്തിൽ പ്രയാഗ്രാജിലേക്ക് തീർത്ഥാടക പ്രവാഹം. തത്സമയ വിവരങ്ങളുമായി 24 വാർത്താ സംഘം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ. സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി വേനൽ മഴ വരുന്നു. മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മാർച്ച് മാസത്തിലും മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പാലക്കാട് ധോണിയിൽ കാട്ടുതീ പടരുന്നു. ഇന്നലെ മുതൽ തുടങ്ങിയ കാട്ടുതീ നിയന്ത്രണ വിധേയമായിട്ടില്ല. മറ്റു വാർത്തകളിലേക്ക് വിശദമായി. ഇനി ഒരു അതിക്രമത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ വരുന്നത്. കൊച്ചി കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സുകാരിക്ക് സ്കൂളിൽ ദുരനുഭവം ഉണ്ടായി. സഹപാഠികൾ കൊണ്ടുവന്ന നായ്ക്കുണ്ണ പൊടി ദേഹത്ത് വീണ് പെൺകുട്ടിക്ക് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പരാതി ഉയരുന്നു. ജൂനിയറായ മറ്റൊരു കുട്ടിക്ക് നേരെ പ്രയോഗിക്കാൻ കൊണ്ടുവന്ന പൊടിയാണ് സഹപാഠികൾ ഈ കുട്ടിയുടെ നേർക്ക് തൂകിയത്. എൻ്റെ കൂട്ടുകാരായ അനന്യ ഈ നായ്ക്കരണക്കുരു ക്ലാസ്സിൽ കൊണ്ടുവന്നു. അവളൊരു പോളിത്തീൻ കവർ നിറച്ചായിരുന്നു ഇത് കൊണ്ടുവന്നത്. ഇത് ഞാൻ IT എക്സാം കഴിഞ്ഞ് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ അവർ കൊണ്ടുവന്ന് ഇടുകയാണ് എനിക്ക് ചെയ്തത്. ഞാൻ ചെന്ന് കുളിച്ച് ഡ്രസ്സ് ഫുള്ള് അയക്കുന്തോറും ഇതിൻ്റെ പൊടി എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലേക്കൊക്കെ എത്തണമായിരുന്നു ഈ പൊടി. എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ, ഭയങ്കര സഹിക്കാൻ വയ്യാത്തൊരു ചൊറിച്ചിലാണ് ഇതിൻ്റെ. എൻ്റെ HM ഇൻചാർജുള്ള ടീച്ചറും അറിഞ്ഞിട്ട് ഈ വിവരം എൻ്റെ അടുത്തേക്ക് പോലും എന്നെ ആശ്വസിപ്പിക്കാൻ പോലും ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല. യൂറിൻ പാസ് ചെയ്യാൻ പറ്റൂല. എനിക്ക് യൂറിൻ പോണ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഹോസ്പിറ്റലിൽ മൊഴി എടുക്കാൻ പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ പറയണ ഒരു കാര്യം കൃത്യമായിട്ട് എഴുതിയെടുത്തില്ല. പിന്നെ എനിക്ക് വായിച്ചു നോക്കാൻ പോലും തന്നുപോലുമില്ല. എൻ്റെ അമ്മേനെ മാറ്റി നിർത്തിയാണ് അവർ മൊഴി എടുത്തത്. 15 ദിവസം പെൺകുട്ടി ആശുപത്രിയിൽ കഴിഞ്ഞു. പരാതി നൽകിയിട്ടും സ്കൂൾ അധികൃതർ നടപടി എടുത്തിട്ടില്ലെന്നാണ് കുട്ടിയുടെ അമ്മയുടെ പരാതി. ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷനെ സമീപിച്ചതെന്നും കുട്ടിയുടെ അമ്മ 24-നോട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ അധ്യാപകരും എല്ലാം വളരെ കുട്ടിയോട് മോശമായ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. 6-ാം തീയതി കുട്ടിയെ ഗൈനിക്കിൻ്റെ അടുത്ത് കൊണ്ട് ചെന്നപ്പോഴാണ് കുട്ടിക്ക് മൂത്രാശയ ബുദ്ധിമുട്ടുകൾ, മൂത്രം പോകാത്ത തരത്തിലുള്ള അത്രയും പെയിൻ സഹിക്കുന്ന വിവരം ഡോക്ടറിൽ നിന്ന് നമുക്ക് അറിയാനും കഴിഞ്ഞത്. ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടിയെ നിർബന്ധിച്ച് ക്ലാസ്സിലേക്ക് ഹാജറില്ല, അറ്റൻഡൻസ് ഇല്ല, ഈ വർഷം നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് അധ്യാപകനായിട്ടുള്ള ശ്രീകാന്ത് സർ കുട്ടിയെ നിർബന്ധപൂർവ്വം ക്ലാസ്സിലേക്ക് വരുത്തുവാനുള്ള ശ്രമം നടത്തുകയുണ്ടായിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ 17-ാം തീയതിയാണ് പരാതിക്ക് പോയത്. കൂട്ടത്തിലിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നത് എനിക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് തന്നെയാണ്. ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ തത്സമയം പ്രൈം ടൈമിൽ വരുന്നു. ശ്യാം, യഥാർത്ഥത്തിൽ ഇതുവരെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ പരാതി പുറത്താരും അറിഞ്ഞില്ല. പോലീസിന് പരാതി കൊടുത്തു, പോലീസ് പരിഗണിച്ചില്ല. പോലീസ് കമ്മീഷണർ അടുത്ത് പരാതി പോയപ്പോൾ മാത്രമാണല്ലോ പുറം ലോകം അറിയുന്നത്. എന്താണ് സംഭവിച്ചത്? SKN ഫെബ്രുവരി 3-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ക്ലാസ്സിൽ ഒരിക്കലും കുട്ടികൾ കൊണ്ടുവരാൻ പാടില്ലാത്ത നായ്ക്കുറണ പൊടിയും ഒക്കെ കൊണ്ടുവന്ന് അത് മറ്റൊരു കുട്ടിയുടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതാണ് ഈ സംഭവം.
തുടർന്ന് വീട്ടുകാർ ഈ വിവരം അറിയുമ്പോഴേക്കും അധ്യാപകർ ഈ പ്രശ്നം കൂടുതൽ വഷളാക്കരുതെന്നാണ് ഇവരോട് ആവശ്യപ്പെട്ടത്. ഈ കുട്ടി ദിവസങ്ങളോളം കാക്കനാട്ടെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുട്ടിക്കുണ്ടായതായി ആ മെഡിക്കൽ റിപ്പോർട്ടിലടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരാതിയുമായി ഇൻഫോ പാർക്ക് പോലീസിൽ ചെല്ലുമ്പോഴും ജുവൈനലായ കുട്ടികൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലും ആ പെൺകുട്ടി പറയുന്നത് താൻ പറഞ്ഞ കാര്യങ്ങളല്ല മൊഴിയിൽ എഴുതിയെടുത്തത് എന്നുള്ളതാണ്. പരാതിയുമായി ആ കുട്ടിയുടെ അമ്മ വീട്ടുജോലി ചെയ്താണ് കുട്ടികളെ വളർത്തുന്നത്. പരാതിയുമായി സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും അതിൽ ഒരു നീതി ലഭിക്കുന്നില്ല എന്ന് അവരും പരാതിപ്പെടുന്നു. ഈ അധ്യാപകരടക്കം ഈ കുട്ടിക്ക് ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായിട്ടും ഇതിന് കാരണക്കാരായ കുട്ടികൾക്ക് നേരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ആരോപണമുണ്ട്. ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ പരാതി നൽകിയതിനു ശേഷമാണ് ഈ കേസിൽ ഇൻഫോ പാർക്ക് പോലീസ് ചില നടപടികൾ ആരംഭിക്കുകയെങ്കിലും ചെയ്തിരിക്കുന്നത്. ഏതായാലും വളരെ ക്രൂരമായ ഒരു ബുദ്ധിമുട്ടാണ് ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതാനിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കൂടിയാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത്. ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് നിനക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് മറ്റൊരു ക്ലാസ്സിലെ ഒരു കുട്ടിയോട് പറയണം, അവളെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നതെന്ന് ഈ കുട്ടിയോട് ഇത് ചെയ്ത പെൺകുട്ടികൾ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സംഭവം ഉണ്ടായിട്ടും ഇത് മൂടിവെക്കാൻ ശ്രമിക്കുന്ന സ്കൂളിനെതിരെ കർശന നടപടി വേണമെന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഓക്കെ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. നിർമ്മല രാജൻ പറയുന്നു, പാവം കുട്ടി, ഇതെന്തിനായി കുട്ടികൾ ഈ നായ്ക്കുന്ന പൊടിയൊക്കെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്? അവർ കൊണ്ടുവന്നത് മാത്രമല്ല, മറ്റൊരു കുട്ടിയുടെ പുറത്ത് ഇത് തൂകാൻ വേണ്ടി കൊണ്ടുവന്ന സാധനം ഈ കുട്ടിയുടെ മുകളിൽ തൂകിയിട്ട് ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് 10ാം ക്ലാസ്സിലോട് പറയുകയാണ്, അവളോട് പറയണം ഇതാ പരിപാടി എന്ന്. എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാട്ടുതീ പടരുന്ന കാര്യം പറഞ്ഞില്ലേ, പാലക്കാട്ടെ ധോണിയിൽ. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ തുടങ്ങിയതാണ് ഈ കാട്ടുതീ, ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ തീ അവിടെ പടർന്നു പിടിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു വിശാലമായ ഒരു കണ്ടില്ലേ, വ്യാപകമായിട്ട് തീ പടരുകയാണ്. ഇന്നലെ തുടങ്ങിയ തീ ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഫയർഫോഴ്സ് എത്താൻ അത്ര എളുപ്പമല്ലാത്ത സ്ഥലമാണ് അത്. അടുപ്പുട്ടിമല, നീലിപ്പാറ എന്നീ മേഖലകളിലെ തീയാണ് പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയ തീ കാട്ടുതീ പടരുകയാണ്. ഇനി നമുക്ക് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളൊരു വാർത്തയിലേക്ക് നമുക്ക് കടക്കണം. ചലച്ചിത്ര നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും നിർമ്മാതാവ് ജി സുരേഷ് കുമാറും തമ്മിലുള്ള തർക്കം ഫിലിം ചേംബർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കി എന്ന വാർത്തയാണ് ഇന്നത്തെ വാർത്താപകൽ വന്നത്. ജി സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ നേരത്തെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അത് അദ്ദേഹം പിൻവലിച്ചു. അതേസമയം സിനിമാ സമരത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ലെന്നാണ് ഫിലിം ചേംബർ വ്യക്തമാക്കിയത്. ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന എമ്പുരാൻ സിനിമയുടെ ബജറ്റ് വിവരങ്ങൾ ജി സുരേഷ് കുമാർ പുറത്തുവിട്ടതോടെയാണ് തർക്കങ്ങൾക്ക് തുടക്കം. പ്രകോപിതനായ ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെ രൂക്ഷമായി വിമർശിച്ച ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. പിന്നാലെ പിന്തുണയുമായി മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ താരങ്ങളും രംഗത്തെത്തി. ജി സുരേഷ് കുമാറിനൊപ്പം നിർമ്മാതാക്കളുടെ സംഘടനയും മറ്റ് നിർമ്മാതാക്കളും ചേർന്നതോടെ സിനിമാ മേഖലയിൽ ചേരിപ്പോര് കനത്തു. പോസ്റ്റ് പിൻവലിച്ച് 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന കഴിഞ്ഞ ദിവസം ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂർ നിർദ്ദേശവും നൽകി. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടെ പോസ്റ്റ് പിൻവലിച്ചത്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ പിൻവലിക്കുന്നതായി ജി സുരേഷ് കുമാറും ചേംബറിനെ അറിയിച്ചു. അതേസമയം വിവിധ വിഷയങ്ങൾ ഉയർത്തി ജൂൺ 1 നടത്തുന്ന സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഫിലിം ചേംബർ വ്യക്തമാക്കി. സൂചനാ പണിമുടക്കിന്റെ തീയതി പ്രഖ്യാപിക്കാൻ മാർച്ച് 5 കൊച്ചിയിൽ സംഘടനകളുടെ യോഗം ചേരും. ഇരട്ട നികുതിയിൽ ഇളവ് ആവശ്യപ്പെട്ടും താരങ്ങളുടെ വൻ പ്രതിഫലം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുമാണ് സിനിമാ സമരം. 24 കൊച്ചി. എന്തായാലും സിനിമാ രംഗത്ത് സമാധാനം കളിയാകട്ടെ, നല്ല സിനിമകൾ വരട്ടെ, നല്ല സിനിമയ്ക്ക് പ്രേക്ഷകരുണ്ടാകട്ടെ. ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഈ വ്യവസായമായതുകൊണ്ട് ഈ വ്യവസായത്തെ ആശ്രയിച്ച് ആയിരക്കണക്കിന് ആൾക്കാരാണ് കഴിയുന്നത്. അതുകൊണ്ട് ഈ വ്യവസായത്തിന് ഒന്നും സംഭവിക്കാതെ നല്ല സിനിമകൾ, പ്രത്യേകിച്ച് തിയേറ്ററിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വലുതായി പാടുപെടുന്ന ഈ കാലത്ത് നല്ല സിനിമകൾ വരട്ടെ, നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാൻ ആഗ്രഹം. നന്ദിനി രവീന്ദ്രൻ പറയുന്നത് കുട്ടികൾക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കണം. മിക്കവാറും ഈ കൗൺസിലിംഗ് നടത്താനുള്ള ആളുകളൊക്കെ ഇപ്പോൾ സ്കൂളുകളിലുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്ക് ഈ യൂട്യൂബ് വഴിയും അല്ലാതെയൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പലപ്പോഴും ഒരു വില്ലനി അവരുടെ ചിലരുടെയെങ്കിലും മനസ്സിൽ വരുന്നു, ആ വില്ലനെ ഒരു പ്രാവർത്തികമാക്കുന്നു. കുട്ടികളെ ഇതൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. സംസ്ഥാനത്തെ കാട്ടാനാക്രമണങ്ങളിൽ വിമർശനവുമായി ഹൈക്കോടതി. പട്ടികവർഗ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാൻ ഭരണ അനുമതി ലഭിച്ചിട്ടും പദ്ധതി മുന്നോട്ട് പോയില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. വിഷയത്തിൽ അമിക്കസ് ക്യൂറിമാരെ ഹൈക്കോടതി ഇന്ന് നിയോഗിച്ചു.
സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിലുണ്ടാകുന്ന മരണങ്ങളെക്കുറിച്ച് പതിവായി കേൾക്കുന്നത് നിരാശാജനകമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ആശ്വാസവാക്കുകളോ നഷ്ടപരിഹാരമോ മരിച്ചവരുടെ ഉറ്റവർക്കുണ്ടാകുന്ന വലിയ നഷ്ടത്തിന് പരിഹാരമാകില്ല. വന്യമൃഗങ്ങളുടെ നിരന്തരമായ ഭീഷണി മൂലം ഹൈറേഞ്ചുകളിലും വനമേഖലകളിലും ജനങ്ങൾ മരണഭീതിയിലാണെന്ന് കോടതി പറഞ്ഞു. 2019 മുതൽ 2024 വരെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് 555 പേർ മരിച്ചെന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. വന്യമൃഗങ്ങളെ തടയാനായി പട്ടികവർഗ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചിട്ടും പദ്ധതി മുന്നോട്ടു പോയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വനാതിർത്തികളിൽ വൈദ്യുതി വേലി അടക്കമുള്ളവ എത്രയും വേഗം സ്ഥാപിക്കണമെന്ന് 2022 സെപ്റ്റംബറിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഈ ഉത്തരവിന് ശേഷം എടുത്ത നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. മനുഷ്യ വന്യമൃഗ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റി സർവേ നടത്തണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നഷ്ടപരിഹാര പദ്ധതികൾ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും അതിനുശേഷം റിപ്പോർട്ട് നൽകാനും കെൽസയോട് കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സ്വമേധയാ കക്ഷി ചേർത്ത കോടതി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. പാലക്കാട് ധോണിയിലെ കാട്ടുതീ കണ്ടപ്പോൾ കെവിൻ എബ്രഹാം പറയുന്നത് മൊത്തം കത്തി നശിക്കുകയാണല്ലോ, കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ എങ്ങോട്ട് പോകും, ഒരുപാട് നാശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. TK അബൂബക്കർ പറയുന്നു, ഈ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള എളമരം കരീമിൻ്റെ പ്രസ്താവന ശരിയായിട്ടില്ല എന്ന അഭിപ്രായം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നുണ്ട്. വന്യജീവി ആക്രമണം വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഇന്ന് രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രംഗത്ത് വന്നു. ആദിവാസികളെയും മലയോര കർഷകരെയും വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഇരകളായിട്ടാണ് സർക്കാർ കാണുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ആറളം ഫാമിൽ കാട്ടാനകളെ തുരത്തുന്ന നടപടിക്ക് ഇന്ന് തുടക്കമായി. വന്യമൃഗശല്യം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പേരാവൂർ MLA സണ്ണി ജോസഫ് നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മാർ ജോസഫ് പാംബ്ലാനിയുടെ രൂക്ഷ വിമർശനം. എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം മുട്ടിക്കാം, അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. വനപാലകരുടെ ചുമതല വനസംരക്ഷണമാണ്. വനപാലകർ കർഷകരുടെ അടുക്കളയിൽ കയറി പരിശോധിക്കേണ്ടതില്ല. ഏതെങ്കിലും കർഷകന്റെ വീട്ടില് കാട്ടുപന്നി ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവരുടെ അടുക്കള തോറും കയറി ഇറങ്ങി ചട്ടി പൊക്കി നോക്കുന്ന പണിയല്ല വനപാലകർക്കുള്ളത് എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകണം. അതേസമയം ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലുമായി തമ്പടിച്ച കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ഓപ്പറേഷൻ എലിഫന്റ് ദൗത്യത്തിന് തുടക്കമായി. പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച ആനകളെയാണ് ആദ്യം കാട്ടിലേക്ക് തുരത്തുന്നത്. വനപാലകരുടെ 50 അംഗ സംഘത്തിനാണ് ചുമതല. 24 കണ്ണൂർ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഷാബി കൊമ്മേറി കമന്റ് ബോക്സിൽ ഒരു സാധനം കുറിച്ചിരിക്കുന്നു. SKN ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ടാകും? ഒരു വേറിട്ട പ്രോഗ്രാമാണ്, പുതിയൊരു അനുഭവമായിരുന്നു, സൂപ്പറാണെന്ന് പറയുന്നു. ശനിയും ഞായറും രാത്രി 9:30 മണിക്കാണ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ വരുന്നത്. ആളുകൾക്ക്, പ്രേക്ഷകർക്ക് ഇതിനകം തന്നെ അത് വളരെ താല്പര്യമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കാണുക, ഈ ശനിയും ഞായറും രാത്രി 9:30 മണിക്ക് പരിപാടിയുണ്ട്. നമ്മുടെ സമ്മേളനങ്ങൾ എന്തായി? ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും. ജില്ലാ സമ്മേളനങ്ങളുടെ കാര്യമാണ് മേഘന ചോദിക്കുന്നത്. മേഘന, ജില്ലാ സമ്മേളനത്തിന് പകരമായിട്ടൊരു വഴി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങൾക്കകം നമുക്കിത് പറയാൻ കഴിയും. നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയാണത്. നന്ദിനി രവീന്ദ്രൻ പറയുന്നു, എൻ്റെ സന്ദേശം മെസ്സേജ് വായിച്ചതിൽ വളരെ സന്തോഷം. കുട്ടികളെ വിട്ട് ദൂരെ പോയി ജോലി ചെയ്യുന്ന ആളുകൾക്ക് വല്ലാത്ത ടെൻഷനാണ്. ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നാണ് പറയുന്നത്. എന്തായാലും ക്രമസമാധാന നില ഭദ്രമാണ് എന്നൊക്കെ ആളുകൾ പറയുമ്പോഴും തീർച്ചയായിട്ടും കേരളത്തിൽ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ നമ്മളെല്ലാവരും ഇടപെട്ടേ വരും. ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന കോമണായ ഒരു പ്രശ്നമാണ്. സംസ്ഥാന സർക്കാരോ നമ്മുടെ പോലീസോ മാത്രം വിചാരിച്ചാൽ ഈ കാര്യം നേരെയാകില്ല. കാര്യം ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഒഴുക്ക് നമ്മൾ തടയണം. അതുപോലെ നമ്മുടെ യുവജന സംഘടനകളൊക്കെ തന്നെ മുന്നിട്ടിറങ്ങണം. എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെഞ്ഞാറമൂട് കോട്ടക്കൊലപാതകത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ പ്രതിയുടെ മാതാവ് ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഗോകുലം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറയുന്നു. അന്വേഷണ സംഘം നാളെ വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും. പ്രതി അഫാൻ ആശുപത്രിയിൽ തുടരട്ടെ എന്നാണ് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇയാളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഷെമി പൂർണ്ണമായി അപകടനില തരണം ചെയ്തിട്ടില്ല. സംസാരിച്ചു തുടങ്ങി. ബന്ധുക്കളെക്കുറിച്ച് ചോദിച്ചു. പോലീസിന് മൊഴി കൊടുക്കാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയിലാണെന്നും ഡോക്ടർമാർ. ഷമീനയുടെ കണ്ടീഷൻ ഇപ്പം സ്റ്റേബിളായിട്ട് തന്നെ തുടരുന്നുണ്ട്.
ഷമീനയുടെ തലച്ചോറിൻ്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. വെഞ്ഞാറമൂട് പോലീസ് ആശുപത്രിയിലെത്തി മെഡിക്കൽ രേഖകൾ പരിശോധിച്ചു. നാളെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. വാമനപുരം എംഎൽഎ DK മുരളി ആശുപത്രിയിലെത്തി ഷെമിയെ സന്ദർശിച്ചു. മക്കളെക്കുറിച്ചാണ് തന്നോട് ചോദിച്ചതെന്ന് MLA. ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി അവർക്ക് ഇപ്പോഴും അറിയില്ല. മക്കൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ്. അല്ലെങ്കിൽ മക്കളെ കാണണം, മക്കളെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമാണ് അവരുടെ അന്വേഷണത്തിൽ നിന്ന് വരുന്നത്. ആശുപത്രിയിലെത്തിയ ബന്ധുക്കളോടും കൊല്ലപ്പെട്ട ഇളയമകൻ അഫ്നാനെ കുറിച്ചാണ് പ്രധാനമായി തിരക്കിയത്. കൊലപാതക വിവരങ്ങൾ ഷെമിയെ അറിയിച്ചിട്ടില്ല. ഷെമിയുടെ ചികിത്സയ്ക്കുൾപ്പെടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് ഷെമിയുടെ സഹോദരൻ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതി അഫാന്റെ ചികിത്സ തുടരും. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നാണ് തീരുമാനം. 24 തിരുവനന്തപുരം. റീനയുടെ ഒരു കമന്റ്, കേരളത്തിൻ്റെ പോക്ക് കണ്ടിട്ട് അമ്മമാരായ ഞങ്ങൾക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. എൻ്റേതൊരു ഗ്രാമപ്രദേശമാണ്. ഞങ്ങൾ അയൽക്കാരായ അമ്മമാരുടെയൊക്കെ ഈ പൊതുവെയുള്ള ചർച്ചാ വിഷയം ഇങ്ങനെ തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മരണത്തിൻ്റെ വാർത്തയിലേക്ക്. പാലക്കാട് മണ്ണാർക്കാട് സ്കൂട്ടറിന് പിന്നിൽ ലോറി ഇടിച്ച് ഒരാൾ മരിച്ചു. മണ്ണാർക്കാട് തോരാപുരം സ്വദേശി ജയരാജനാണ് മരിച്ചത്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം നടന്നത്. അതിൻ്റെ ദൃശ്യം പ്രേക്ഷകർ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണുണ്ട്. ശ്രീജിത്ത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? പറയൂ. കാര്യം ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പറയൂ. SKM ലോറി സാധാരണ വേഗത്തിൽ തന്നെയായിരുന്നു പോയിരുന്നത്. പക്ഷേ നിയന്ത്രണം വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വാഹനം സ്കൂട്ടറിൽ ഇയാൾ സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ജയരാജ് തൽക്ഷണം തന്നെ മരിച്ചു. തലയിലൂടെ ടയർ കയറി ഇറങ്ങിയെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും നാട്ടുകാർ ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആ മേഖലയിൽ നിന്ന് വലിച്ചെടുത്തെങ്കിലും, ടയറിനടിയിൽ നിന്നൊക്കെ വലിച്ചെടുത്തെങ്കിലും അപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ അതുപോലെ തന്നെ വണ്ടിയുടെ RC ബുക്കൊക്കെ പരിശോധിച്ചാണ് ജയരാജാണ് മരിച്ചതെന്ന് മനസ്സിലായത്. എന്തായാലും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഡ്രൈവറുടെ വൈദ്യപരിശോധന അടക്കം പൂർത്തീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. അപകടത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു എന്ന ഒരു ദുഃഖകരമായ വാർത്തയാണ് ഈ രാത്രിയിൽ പങ്കുവയ്ക്കാനുള്ളത്. ജിഷ്ണു സുദർശൻ കമന്റ് ബോക്സിൽ കുറിക്കുന്നു, SK നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. അടിയും കുത്തും ലഹരിയുമാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ്. അങ്ങനെ നടന്നാലേ ആളുകൾ ശ്രദ്ധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നൊരു ജനറലൈസേഷനിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. കുറച്ച് കുട്ടികളെങ്കിലും ആ വഴിയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. മലപ്പുറത്ത് ജലീൽ ഒരു കാര്യം പറയുന്നു. ഇവിടെ മലപ്പുറം ചനക്കൽ MDMA അഡിക്റ്റായ ഒരു മകൻ അമ്മയും അയൽവാസിയും ആക്രമിച്ചു എന്നാണ്. നമ്മളെന്തായാലും രക്ഷകർത്താക്കൾ ഈ കുട്ടികൾ പോകുന്ന വഴിയൊക്കെ നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ അതേസമയം ഒരു സെൻസിറ്റീവായ ഒരു തലമുറയാണ് ഇവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് താനും. പെട്ടെന്ന് കയറി അവർക്കെതിരെ ആക്ഷൻ എടുക്കുക, നടപടിയെടുക്കുക, പണിഷ് ചെയ്യുക, അതൊന്നും ചെയ്യരുത്. നല്ല കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കണം ആദ്യ ശ്രമം. ഇനി വാൽകഷ്ണം.